സരിക സ്മൃതി കരീം സരിക അനുസ്മരണവും ഗാനാഞ്ജലിയും നടന്നു. പ്രമുഖ സംഗീതജ്ഞനും ചലച്ചിത്ര പ്രവർത്തകനുമായിരുന്ന കരീം സരിക അനുസ്മരണ സമ്മേളനവും ഗാനാഞ്ജലിയും നടന്നു. മാറഞ്ചേരി സഫാരി ടർഫിൽ കരീം സരിക ഹനീഫ മാസ്റ്റർ മെമ്മോറിയൽ മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത്. കേരള വഖഫ് ബോർഡിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മലയംകുളത്തിൽ വഹാബ് ബാബു അധ്യക്ഷനായി. അഷറഫ് കലാഭവൻ മുഖ്യാതിഥിയായി. അബ്ദുറഹിമാൻ പോക്കർ, VK ഷിഹാബ് എന്നിവർ സംസാരിച്ചു. നൃത്ത അധ്യാപിക രംഭ ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു. കരീം സരികയുടെ ഇഷ്ടഗാനങ്ങൾ ചേർത്തുകൊണ്ട് കരീം സരികയുടെ സഹപ്രവർത്തകരായിരുന്ന മലപ്പുറം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ കലാകാരന്മാർ അവതരിപ്പിച്ച ഗാനാഞ്ജലിയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. നമുക്കറിയാം, ഈ കലാകാരന്മാർ വളരെ സഹൃദയരും നന്മ നിറഞ്ഞവരും ഒരു തരത്തിലും ഒരു മതാന്ധതയോ വർഗീയതയോ ഒരു മനുഷ്യനെ വേർതിരിക്കാനുള്ള ഒരു തരം പ്രവണതയും ഇല്ലാത്ത വ്യക്തികളാണ് നമുക്കറിയാം. ഈ കലയെ സ്നേഹിക്കുന്നവർ, രചനയെ സ്നേഹിക്കുന്നവർ, കവിത എഴുതുന്നവർ, പാട്ട് പാടുന്നവരൊക്കെ തന്നെ, അഭിനയിക്കുന്നവരും ആരും തന്നെ വർഗീയവാദികളോ വലിയ അപകടകാരികളായോ ഉയർന്നു വന്നിട്ടില്ല. അതിന് കാരണം അടിസ്ഥാനപരമായി അവരോടുള്ള ഉൾക്കൊള്ളുന്ന നൈർമല്യ ബോധത്തിൻ്റെ മനസ്സിൻ്റെ ഉടമകളായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ കരീം സരിക എന്ന് പറയുന്നത് എൻ്റെയൊക്കെ ഏകദേശം ഒരു 2-3 വയസ്സിന് താഴെയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഈ എഴുത്തിനെയും ആ എഴുത്തിനെ സംഗീതവൽക്കരിച്ചും അതുപോലെ തന്നെ നാടകരചനയും മറ്റെല്ലാ സാധ്യമാകുന്ന എല്ലാ പ്രവൃത്തികളും രൂപകൽപ്പന ചെയ്തുകൊണ്ട് മാറഞ്ചേരിയുടെ കലാഹൃദയത്തിന് നേതൃത്വം കൊണ്ടുപോകവേ ആ യാത്രാവേളയിലാണ് അദ്ദേഹം നമുക്ക് നഷ്ടപ്പെടുന്നത്. അതിൻ്റെ ദുഃഖമാണ് കണ്ടമിടറിക്കൊണ്ട് ബാബുക്കയും റഹ്മാനും ഇവിടെ പ്രകടിപ്പിച്ചത്. കാരണം ഈ ക്ലബിൻ്റെ മുന്നോട്ട് പോക്കിൽ ഒരുപാട് പദ്ധതികൾ അവർ ആവിഷ്കരിച്ച് കാണും. ഈ നാടിൻ്റെ ആവിഷ്കാര രൂപങ്ങളിൽ ഒരുപാട് പ്ലാനും പദ്ധതിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകവേ എങ്ങും എത്താത്ത രൂപത്തിൽ തുടക്കത്തിൽ തന്നെ നഷ്ടപ്പെട്ട നേതാവിൻ്റെ ഒരു വിരഹ കഥയാണ് നമ്മളെ മുന്നിൽ ഈ ഒരു വർഷത്തിൻ്റെ വിടവ് കൊണ്ട് അവതരിപ്പിക്കപ്പെടുന്നത്. മക്കളെ, ഒരു വീട്ടിൽ ആവശ്യമായിട്ടില്ല കംപ്ലീറ്റ് കട്ടിലും ജനലും ഫ്രീ ആയിട്ടുണ്ട് കിട്ടിയാലോ, അത് തേക്കിന്റെ ഒക്കെ ആയിട്ടാ, ഒന്ന് കണ്ടോക്കി. ഇനിയിപ്പോ വീട് പണി കഴിഞ്ഞവരാട്ടെ വിഷമിക്കണ്ട. കാരണം തരാം, ഒരു വീട്ടിൽ ആവശ്യമായിട്ടില്ല കംപ്ലീറ്റ് ഫർണിച്ചർ ഫ്രീ ആട്ടാ. വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇന്നത്തെ കാലത്ത് ആരാടോ ഇതുപോലത്തെ ഓഫറൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക? നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഏതായാലും വീട് പണി മറ്റും നടക്കുകയാണ്, അങ്ങനെ ആകുമ്പോൾ കമ്പി ആവശ്യം വരും. എന്നാൽ കമ്പി എടുക്കുന്ന മക്കളെ ഇവിടുന്ന് ആയിക്കോട്ടെ. കാരണം 250 കിലോ TMT എടുക്കുന്നവർക്ക് ഒരു കൂപ്പൺ ഇവിടുന്ന് കിട്ടും. അതാണ്ട് എഴുതിയിട്ട് കഴിഞ്ഞാൽ 3 മാസം കൂടുമ്പോഴത്തിന് നറുക്കെടുപ്പ് വരും. വിജയ കാത്തിരിക്കണാണെങ്കിലോ ബമ്പർ പ്രൈസ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ കട്ടില ജനൽ, ഇനി അത് വേണ്ട എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ വാതിലുകൾ ജനപ്പൊളിക എന്ന് വേണ്ട ഏതൊക്കെ തീരുമാനിച്ചെടുക്കുക. ഇപ്പൊ വീട് പണി മൊത്തം പൂർത്തീകരിച്ചൊരു വ്യക്തിയാണെങ്കിലോ അയാളുടെ വീട്ടിലേക്ക് ആവശ്യമായ നോർമൽ ഫർണിച്ചറുകൾ എല്ലാം എനിക്ക് തരൂട്ടോ. ഇവർ ചെയ്യുന്ന ബ്രാൻഡ് ആണെങ്കിലോ കള്ളിയത്തിന്റെ ഭാരത് TMT അതുപോലെ തന്നെ പാരഗൺ TMT ആണ്. 500 കിലോ പർച്ചേസ് ചെയ്യുന്നവർക്കാണെങ്കിലോ ഫ്രീ ഡെലിവറി സർവീസും ഉണ്ട്. വീട് പണി നടക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഒന്നാണ് ഷെയർ ചെയ്ത് കൊടുത്താൽ. അപ്പൊ ഇങ്ങനെ വിട്ടോ. ലൊക്കേഷൻ നമ്മളെ പൊന്നാനി മുക്കുട്ടകളാണ്. ഭാരത് പെട്രോളിയത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ന്യൂ പൊന്നാനി ട്രേഡേഴ്സ്.